ഉത്സവമൊക്കെ ആയിട്ട് അച്ഛനെ അമ്പലത്തിലോട്ട് കൊണ്ടുവന്നു. അച്ഛന് ഒരു കാരണവശാലും വണ്ടിക്കകത്ത് ഇറക്കത്തില്ല. ചോ പോയി ബാ, ഇറങ്ങണ്ടേ? നമുക്ക് ഇറങ്ങണ്ടേ? ബാ എണീറ്റ് വന്നോട്ട്. അച്ഛൻ ബാ, എണീറ്റ്. വരുന്നില്ലയോ? അച്ഛനെ എത്ര വട്ടം വിളിച്ചാലും വരുന്നില്ല. അച്ഛൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു, ഒറ്റ ഇറങ്ങി വരുന്നില്ല. അച്ചോ ബാ ബാ. അച്ഛാ കാണണ്ടേ നേരം? അമ്പലത്തിൽ ഇറങ്ങണ്ടേ? അമ്മച്ചി അമ്പലത്തിൽ ഇറങ്ങണ്ടേ? എന്താ ചെയ്യോ? എന്റെ അമ്മ ഇനി വേറെ ഇപ്പോഴും വരാറില്ല. ശരി, അമ്മ അങ്ങോട്ട് പോകത്തില്ലല്ലോ. കുളിച്ച് കുട്ടപ്പനാക്കി അമ്പലത്തിൽ കൊണ്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഇറങ്ങില്ല, അമ്പലം കൊണ്ട് ഇറങ്ങതേ ഇല്ല. എന്ത് പണിയാ വെച്ചാൽ കാണിച്ച്. ഞങ്ങൾ പിന്നെ കുറച്ച് കപ്പയും മേടിച്ച് ഒരു 1/2 കിലോ ബീഫ് മേടിച്ചു. ഇത് ഉണ്ടാക്കി കഴിക്കാൻ പോയില്ല ചാ ഇല്ലേ? നിങ്ങൾ വരുന്ന വഴിക്ക് ചായയും കേക്ക് അച്ഛന് മേടിച്ചു. അത് കഴിക്കുകയാണ്. ചായയും കേക്ക്. ചായ കൊള്ളാവോ? അച്ഛന് ചോറും ബീഫ് കറി, നമ്മുടെ കപ്പയും. കഴിച്ചാട്ടെ, നല്ല അടിപൊളിയാണ്. എന്തോ ആ, ഇത് നല്ല കപ്പയുണ്ട്, ബീഫ് കറിയുണ്ട്. ലൈറ്റോ? അവിടെ ഒന്നും ഇല്ല, അച്ഛൻ കഴിച്ചാൽ മതി. ഞാനൊരു 3 ദിവസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് ഏഷ്യാനെറ്റിന് ടെലിവിഷൻ അവാർഡിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ അതിരപ്പള്ളിയിൽ ഒരു ഇനോഗ്രേഷൻ്റെ ആവശ്യമായിട്ട് അവിടെ പോയി. അവിടെ ഇന്നലെ വന്നു. 3 ദിവസം വൈകിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉത്സവം നടക്കും. അച്ഛനെ കൊണ്ട് അമ്പലത്തിൽ പോയി. അച്ഛൻ ഇറങ്ങിയില്ല, അച്ഛൻ വണ്ടിക്കകത്തിരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൊട്ടരകരൊക്കെ പോയി കറങ്ങി. ഇല്ല അച്ഛാ? എന്തുകൊണ്ടില്ല? എൻ്റെ കൂടെ വന്നില്ലയോ? ആ, കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ. ആരാ? ഇത് കഴിച്ചാട്ടെ, കഴിച്ചാട്ടെ. അപ്പയൊക്കെ എടുത്ത് കഴിക്കണേ. ഉരുളക്കിഴങ്ങ് വല്ല ഇട്ടിട്ടുണ്ട് അച്ഛൻ ഇട്ട് മെയിനായിട്ട്. ചാപ്പാട് ശീലം പോയിട്ടില്ല. ഇത് കാരണം പിന്നെ പോയാലും ശരി തന്നെ, പട്ടി പോയാലും ശരി തന്നെ, എന്തായാലും ശരി തന്നെ. ബാക്കിയെടുത്ത് കഴിക്കും. ഉരുളക്കിഴങ്ങും ചീനിയും നല്ല. ചിത്രം കഴിച്ചു. ആ ചീനിയോടെ കഴിക്കച്ചാ ബാക്കി. ചോ ആ ചീനിയോടെ കഴിക്ക്. കഴിച്ചാട്ടെ. ആര് നിൽക്കുന്ന അവിടെ? സതീഷ്. സതീഷ് എന്തി ചെന്തു പറയുന്നുണ്ട്. കണ്ണിലൂടെ വെള്ളം വരുന്നുണ്ട്. എറിയൊക്കെ കുറവാന്നല്ലോ. അച്ഛൻ ചാപ്പാട് അടിച്ചു. ഉച്ചക്കലത്തെ നിങ്ങളുടെ ആഹാരം ഇല്ലയോ? ഓക്കെ ഓക്കെ. എന്തുവാ? ഓക്കെ, അത് തന്നെ. മൊത്തം കഴിക്കട്ടോ. വെള്ളം കുടിക്കണം.
കുറച്ച് ചീനി മാത്രമുള്ള ചോറ് മൊത്തം വെച്ചാൽ കഴിച്ചു. ചീനിയും പകുതി കഴിച്ചു. ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കും. അപ്പോൾ കഴിക്കേട്ടാ. കഴിച്ചോ? ഓക്കെ, കഴിച്ചോ. അല്ല കണ്ടിക്കുമ്പോൾ പറ്റത്തില്ലേ? അന്ന് പറഞ്ഞാൽ മതി. അത് കഴിച്ചാട്ട് മൊത്തം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കത്തെ ചാപ്പാട് കഴിഞ്ഞ് ചോറും കപ്പയും ബീഫ് കറിയും. ഓക്കെ ഓക്കെ.